2/5/1972. എന്ന് വെച്ചാ നിനക്കിപ്പോ 19 വയസ്സായിട്ടുള്ളൂ. ദേ അപേക്ഷാ പുറത്ത് നുണ എഴുതി വിട്ട അവസാനം ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ അവര് പിടികൂടും. നോണയോ? എനിക്ക് 19 ആയിട്ടുള്ളൂ. അതേടാ, സന്ധ്യയൊക്കെ 2 മാസത്തിന്റെ മൂപ്പല്ലേ ഉള്ളു സിസിലിക്ക്. ഓഹോ, കണ്ടാലൊരു 10-25 വയസ്സ് തോന്നും കേട്ടോ. എഴുതി തരുന്നേത്താ. സ്വന്തമായിട്ട് ഒരു അപേക്ഷ പോലും എഴുതാൻ അറിയാൻ വയ്യാത്ത നീയൊക്കെ എന്ത് ജോലി? ചേട്ടന് ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയാ. ഓ സന്തോഷം. എന്താ ഡേറ്റ് ഓഫ് ബർത്ത് പറഞ്ഞത്? 2562. 72. 72. മറ്റുള്ളവർക്ക് അപേക്ഷ എഴുതുന്ന കൂട്ടത്തിൽ നിനക്കും കൂടെ ഒന്ന് എഴുതി അയക്കരുതോ? ടൗണിൽ ഒരു ഫാക്ടറി തുടങ്ങാൻ പോകുന്നു എന്റെ ഫ്രണ്ട്സ്. എനിക്കവിടെ ഉറപ്പായിട്ട് ഒരു ജോലി തരാമെന്ന് അവരെ ഏറ്റിരിക്കണമേ. ഉള്ളതാണോ? സത്യം. ഓ, ഈ തെങ്ങേപ്പാട്ട് തുടങ്ങിയിട്ട് കുറെ നേരമായല്ലോ എന്റെ ഈശ്വര. തെങ്ങേപ്പാട്ടല്ല, ശങ്കറിന്റെ വീട്ടിലെ ടേപ്പ് റെക്കോർഡറാ. ശങ്കരന്റെ മോൻ വാസു ദുബായിൽ നിന്ന് വന്നു നാട്ടുകാരെ അറിയിക്കാനുള്ള പരിപാടിയാ. വാസു ഇവിടെ വന്നിരുന്നു. അവന് വീട് വെക്കാൻ നമ്മുടെ പടിഞ്ഞാറെ പുരയിടം വിലക്ക് ചോദിച്ചു. കൊടുക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു. പഴയ കുടികിടപ്പുകാർക്കൊക്കെ വീട് വെക്കാൻ നമ്മുടെ പുരയിടം തന്നെ വേണമല്ലോ. അതങ്ങനെ നമ്മുടെ സ്ഥിതി മോശമാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാമല്ലോ. എന്നെ ഇവിടെ ഇറക്കിയ ഒരു സോഡ ഇങ്ങെടുത്തോ. ഇതെന്തുവാടോ ബ്രേക്ക് ഡാൻസോ? ബ്രേക്ക് ഡാൻസ് ഒന്നുമല്ല. ഷോപ്പില് സോഡ ഇല്ലായിരുന്നു. ഒന്നും ചേർക്കാതെ 2 ലാർജ് അടിച്ചു. സോഡ ഉള്ളിൽ ചെന്ന് അതുമായിട്ടൊന്ന് മിക്സ് ആയിക്കോട്ടെ. മിക്സ് ആവാനോ? ആ, ഓ, തലയ്ക്ക് മദ്യം പിടിച്ചല്ലേ? മദ്യം പിന്നെ തലയ്ക്കല്ല നടുവിനാണോ പിടിക്കുന്നത്? ശാന്തപ്പ, ഞാൻ മമ്മയടുത്ത് പറഞ്ഞ് ഇത്തവണത്തെ ചിട്ടി തനിക്ക് പിടിച്ചേ. വേണ്ട, വേണ്ടേ? കെട്ടുമ്പോ മതി. ഈ പേരും പറഞ്ഞ് എന്നെ കൊണ്ട് കുപ്പി വാങ്ങിപ്പിക്കാനല്ലേ? തനിക്കും ബുദ്ധി വന്നു തുടങ്ങിയോ ശാന്തപ്പ? ഫുള്ള് വേണ്ട, ഹാഫ് മതി. നടപ്പില്ലയോക്കി. ദേ അച്ഛനാര് വരുന്നു, ഒന്ന് വളച്ചു നോക്ക്. അച്യുതനാര് വളയണമെങ്കിൽ അയാളുടെ ദേഹത്ത് മയലെണ്ണ വരട്ടണം. ഈ ആളുകളെ കൊണ്ട് ഞാൻ തോറ്റു. എല്ലാവർക്കും ഞാൻ തന്നെ വേണം അധ്യക്ഷനായിട്ട്. ഇന്ന് പഞ്ചായത്തിന്റെ വക ആട് വിതരണം, അധ്യക്ഷൻ ഞാൻ. നാളെ അമ്പലപ്പുഴ പ്രിയദർശന്റെ കവിതാപുസ്തകം പ്രകാശനം, അതിനും അധ്യക്ഷൻ ഞാൻ. വിട്ടോടിപ്പോയാലോ എന്ന് ആലോചിക്കാം. ചേട്ടന്റെ കോരിത്തരിപ്പിക്കുന്ന പ്രസംഗം ആളുകൾക്കൊരു ഹരമാ. അതൊക്കെ ശരിയാ ശാന്തപ്പ. പക്ഷെ എല്ലാത്തിനും വേണ്ട ഒരു അതിർ വരുമ്പ്. എനിക്കാണെങ്കിൽ പഴയതുപോലെ മേലാൻ താനും. അല്ല, ഉമ്മണി ആശാനെ കാണാനില്ലല്ലോ. ആശാൻ ചെറുപ്പം നിർത്തി പോയോ? ആശാന്റെ മോക്കൊരു കല്യാണാലോചന. ഓഹോ. അതിന് പീതാമ്പന്റെ അന്വേഷിച്ച് പോയിരിക്കുക. പീതാംബരനാണോ വരൻ? പീതാമ്പൻ നല്ല വരൻ. പിന്നെ അവൻ ദല്ലാളോ? ഒരു സഹായി. സഹായി? എന്ത് സഹായി? ഒരു പൊതുയോഗോ മീറ്റിംഗോ പ്രസംഗമോ സംഘടിപ്പിക്കാൻ കഴിയാത്ത അവനെന്ത് സഹായിയാടോ? നേരാ, അങ്ങനെയുള്ള വട്ടൊന്നും പീതാംബരനില്ല. പ്രസംഗത്തിലല്ല, പ്രവർത്തനത്തിലാ പീതാംബരന് താല്പര്യം. എന്ത് പ്രവർത്തനത്തിനും ആവേശം വെക്കാൻ ഒരു പ്രസംഗം അത്യാവശ്യമാണ്. ചൊക്കി. എന്റെ പേര് ചൊക്കിന്നല്ല, ജൊക്കിന്ന. എല്ലാം കണക്ക് തന്നെ. അല്ലെങ്കിൽ തന്നെ മഹാന്മാരെന്താ ചോദിച്ചിരിക്കുന്നത്? പേരിൽ എന്തിരിക്കുന്നു വിഭവം. ജോ എന്നുള്ളത് ചോ ആക്കി. അതിലെന്താ? എന്നാലേ ഞാനൊരു കാര്യം ചെയ്യാം. ആ. അച്യുതൻ നായർ എന്ന പേരിലെ അങ്ങോട്ട് മാറ്റിക്കളയാം. ഓ, ആ. നിനക്കൊരെല്ലു കൂടുതലാ. അതെയാ? ചെറുക്കൻ ഇത്തിരി കള്ളു കുടിക്കുന്നതോ വഴക്കുണ്ടാക്കുന്നതോ ഒന്നും സാരമില്ല. പക്ഷേ ഓവറാകരുത്. പെണ്ണിനെ ഇടിക്കരുത്. വല്ലതിന്റെ മോളാണെങ്കിൽ ഏത് വൃത്തികെട്ടവന്റെ കൂടെയും പോട്ടെ എന്ന് വെക്കാമായിരുന്നു. പക്ഷെ ഇതെന്റെ സ്വന്തം മോളായി പോയില്ലേ. കള്ളുകൂടിയും കുഴപ്പമില്ലെന്നാണോ? എന്ത് കുഴപ്പം? എനിക്ക് അങ്ങനെ അതിമോഹമൊന്നുമില്ല പീതാംബര. നീ തന്നെ പോയി അന്വേഷിച്ചാലേ എനിക്കൊരു സമാധാനാവും. ഫോട്ടോ ഫ്രെയിം ചെയ്യുന്ന നാരായണന്റെ വീട് ഏതാണെന്ന് ചോദിച്ചാൽ മതി. സമയമില്ലാസ്. ആഹാ, ആശാൻ പോയില്ലായിരുന്നു. ഞാൻ ചായ എടുത്തില്ല. കുഴപ്പമില്ല, ഞാൻ കാത്തിരിക്കാം. ആ ചായ അങ്ങോട്ട് കൊടുക്കമ്മേ. ഇങ്ങോട്ടെ. എന്തായി കല്യാണ പ്രശ്നം? പീതാംബരം പോയെന്ന് അന്വേഷിക്കണം. വേറെ തിണ്ടികൾ അയക്കാവെന്ന് വെച്ചാല് വണ്ടി കൂലി, ഊണ് കാശ്, വട്ടച്ചെലവ് ഇതൊക്കെ ചോദിക്കാം. ആ, അത് നേരെ. ഇവനാവുമ്പോ പിന്നെ അതൊന്നും വേണ്ട. അഭിമാനിയാ. അപ്പൊ പിന്നെ എപ്പോഴാ പീതാംബര പോണേ? നാളെ പോവാം. പോയിട്ട് വരുന്ന വഴിക്ക് എന്റെ വീട്ടിലോട്ട് കേറിയാ മതി. തീർന്നു. പോട്ടെ അമ്മേ. ബാലൻസ് കിട്ടാണ്ടേ? ആ തരാം. ബാക്കി കിട്ടിയില്ല. ആ ടിക്കറ്റ് എടുത്ത് ഒരു 80 പൈസ ഇവിടെ കൊടുത്തേ. ഇയാക്കോ? അതെ, ഇയാക്കോ. വാ, ഞാൻ മാറ്റാം. അതൊക്കെ ഞാൻ മാറ്റിത്തരാം. താൻ വാ. അല്ല, എങ്ങോട്ടാ? ചില്ലറ മാറണ്ടേ? ഇവിടെ ചോദിക്കാം.
ഇവിടെങ്ങും ചില്ലറ കാണത്തില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം മേടിക്കണം. നിങ്ങൾക്കോ എനിക്കോ പ്രയോജനമുള്ള സാധനങ്ങളൊന്നും ഇവിടെ ഇല്ലതാനും. വാ. അല്ല 80 പൈസയല്ലേ, സാരമില്ല. എന്ന് വെച്ചാൽ എന്നുവെച്ചാ പിന്നെ തന്നാ മതി. പിന്നെയോ? ഞാൻ 80 പൈസക്ക് തന്റെ കടക്കാരനാവണോ? അത് സാരമില്ല അമ്മാവ. അത് സാരം ഉണ്ട് വരുമാനെ. താൻ വലിയ രാഷ്ട്രീയ ഒക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അഭിമാനിയാ. 80 പൈസ തരാതെ തന്നെ വിടുന്ന പ്രശ്നമേ ഇല്ല. വാ. എന്താ വേണോ? എനിക്കോ? എനിക്ക് വേണ്ട. എന്നാ ഒരു കാര്യം, താനേ ഈ കുടയൊന്ന് പിടിക്ക്. വെയിൽ കൊള്ളണ്ട. ഞാൻ ഇപ്പൊ വരാം. ഇവിടെയും ചില്ലറയില്ല. എനിക്ക് സ്വല്പം ധൃതിയുണ്ട്. ചില്ലറ കിട്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ബുദ്ധിമുട്ടാ എന്ന് വിചാരിച്ച് ഞാൻ കടക്കാരനാവണോ? ഒന്നും സമ്പാദിച്ചില്ലേലും ഇതുവരെ ആരോടും കടം പറയേണ്ട ഗതികേട് എനിക്ക് വന്നിട്ടില്ല. ഒരു 10 ചൂട് അങ്ങോട്ട് വെച്ചാൽ വീടായി. നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഇടപാട് തീർക്കാനുള്ള ചില്ലറ അവിടെ കാണും. വാ. കൊട 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 ഇരിക്കട്ടെ, എനിക്ക് തന്നെ വിശ്വാസ. ഇതാണ് വീട്. നേരെ. ഓളെ എന്തു എന്തു? അയ്യോ അച്ഛാ, അച്ഛനത് എന്ത് പറ്റി? ഇദ്ദേഹം പാടത്തുനിന്ന് വീണു. അകത്തോണ്ടേ കിടത്താം. വേണ്ട, മരുന്ന് കഴിച്ചോണ്ടിരുന്ന മനുഷ്യനെ മൂക്കറ്റം കുടിപ്പിച്ചിട്ട് താങ്ങി എടുത്തോണ്ട് വന്നിരിക്കുന്നു. തന്നെ ഇത് എവിടുന്ന് കെട്ടിയെടുത്തു? പഴയ ശിൽബന്ധിക്കാരെയൊക്കെ പറഞ്ഞു വിലക്കിയപ്പോ പുതിയൊരു ബന്ധം. കുടിക്കണമെങ്കിൽ തരക്കാരുമായിട്ട് പോരെ? വെറുതെ എന്തിനാ പ്രായമായവരെ വലിക്കുന്നത്? യോ വെള്ളമില്ലായിരുന്നു പോയി എടുക്കായിരുന്നു. അങ്ങോട്ട് ഇറങ്ങി ഇടുന്ന ആരില്ല. എനിക്ക് പേടിയായി. പീതാമ്പരച്ചേട്ടൻ പോണു. പീതാമ്പരച്ചോട്ട് പോയി പറ, എടുത്തു വരും. ആ ബോളൊന്നും എടുത്തു തരോ? മരുന്നക്ക് പേടിയാണെന്ന്. പീതാമ്പരച്ചോട്ട് നീന്താൻ അറിയാവോ? ഒരു ചെറിയ പന്തെടുക്കുന്നതിനെന്തിനാ നീന്തുന്നത്? പിടി. ഇത് ഇപ്പൊ എടുത്തോണ്ട് വരട്ടാ. നേരത്തെ എനിക്ക് നീന്താൻ അറിയായിരുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി. ചേട്ടാ നന്നായിട്ട് നീന്തുന്നല്ലേ? നീന്തണ്ട. കാണുന്നില്ലല്ലോ. പീതാംബരൻ ചേട്ടാ. ഓക്കെ.
പേടിച്ചു പോയി ഞാൻ. ആരാ എന്നെ രക്ഷിച്ചത്? ഞങ്ങളാ. നിങ്ങൾക്ക് നീന്താൻ അറിയായിരുന്നെങ്കിൽ പന്ത് നിങ്ങൾക്ക് എന്നെ എടുത്താ പോരായിരുന്നോ? നിക്കറ് നനയ്ക്കണ്ടെന്ന് വെച്ച് ഇറങ്ങാഞ്ഞതാ. എന്നെ രക്ഷിച്ചതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും ധീരതക്കുള്ള അവാർഡ് കിട്ടും. ഞാൻ അപേക്ഷ എഴുതിത്തരാം. കാർത്തിയാനിയമ്മയ്ക്ക് ഒരു രജിസ്റ്റർ ഉണ്ട്. അമ്മേ, ഇവിടെ നോപ്പിടണം. എവിടെ? ഇവിടെ. കാലിനെന്ത് പറ്റുവാണത്? അറുവാച്ചന്റെ തോട്ടുമാടിക്ക ചാമ്പലയത്ത് ഇറങ്ങിയപ്പോ കുപ്പിച്ചില് കൊണ്ടതാ. നിനക്കിത് വേണവടാ. കുപ്പിച്ചില്ലു കൊണ്ടാ ഓടണമെന്ന് ഏത് വൈദ്യനാടാ പറഞ്ഞേ? പീതാംബരൻ ചേട്ടൻ ഇങ്ങോട്ട് വന്നു. പീതാംബരൻ പാമ്പ് കടിച്ച് ചത്ത കരണന്റെ വീട്ടിൽ കാണും. നാളെ പെണ്ണിന്റെ കല്യാണമല്ലേ? കഷ്ടം. എന്താ അവിടത്തെ കാര്യം? അറിഞ്ഞില്ലേ? മമ്മാടെ മോനെ പോലീസ് പിടിച്ചോണ്ട് പോയി. ആ പിന്നെ ആ പച്ചക്കറിയും തൈരും ഒക്കെ കൊണ്ടുവരികയാണെങ്കിൽ ഇത് കൊടുത്തേക്ക്. ആ തട്ടാനാണ് നമ്മളെ പറ്റിച്ചത്. ഞാൻ അവനൊന്ന് നോക്കിയിട്ട് വരാം. ശരി. മഴയുണ്ടെങ്കിലേ ടാർപോളിൽ ഇടേണ്ടി വരും. ഉറപ്പിച്ച് കെട്ടിക്കോളൂ. ഞാൻ വരാം. ആ പീതാംബര, ജൊക്കിയെ പോലീസ് പിടിച്ചു. എന്തിന്? പിന്നെ ചാരാശ ഉണ്ട് സാർ. ഉറങ്ങുക. വിളിക്കണോ? വേണ്ട, ആരും വരാണ്ടായി. ഒരു മുறை വന്നൊരു പാതായ തിരുമേനി, ഈ സാധു പ്രാണിക്ക് തീ പൊള്ളുന്ന പനിയാണ്. നമ്മുടെ ക്രോസിനാദി വടകം റെഡിയായോ? ക്രോസിനാദി വടകം റെഡി ആയിക്കൊണ്ടിരിക്കണു. 6 നേരം വിഴുങ്ങാനുള്ളത് എടുത്തു കൊടുത്തോളൂ. അടിയൻ. 2 നേരം കഴിച്ചാൽ തന്നെ പനി മാറും. എന്നാലും മരുന്ന് നിർത്തണ്ട. ഈ ക്രോസിനാദി വടകം എന്ന് പറയുന്നത് 17 പച്ചമരുന്നുകളുടെ ഒരു അപൂർവ സംഗമ. ഒരു കാര്യം മറക്കണ്ട, പരമാനന്ദ ഗുരുവിനെ മനസ്സിൽ ധ്യാനിച്ച് വേണം സേവിക്കാൻ. എഴുന്നേറ്റോളൂ. അടുത്ത ആള് വരൂ. ഇനി കാണിക്കാൻ ഈ ഭൂമി മലയാളത്തിൽ ഒരു സ്ഥലവുമില്ല. ഓരോ മരുന്ന് കഴിക്കും തോറും വലിവ് കൂടാന്നല്ലാതെ കുറയണില്ല. കുറയില്ല. മുജ്ജന്മ ബാബ, ഇപ്പോഴെങ്കിലും ഇവിടെ എത്തിയത് ഭാഗ്യായി. ഞാൻ ഏറ്റു. എടോ ചാക്കോ, ഗുരുതരമായ ഒരു പ്രതിസന്ധി കടന്നു വന്നിരിക്കുകയാണ്. മനസ്സിലായി. ഉടനെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ആ കിഴവൻ അന്ത്യശ്വാസം വലിക്കും. നമ്മുടെ ആസ്പ്രിനാദി വടകവും ജലൂസിലാദി ലേഹ്യവും ഒന്നും വിലപ്പോകുന്ന ലക്ഷണമില്ല. ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആസ്മയുടെ വലിവ എന്ത് ചെയ്യും? ആടലോടകത്തിന്റെ ഇലയോടൊപ്പം കുറച്ച് വിക്സും കൂടി അരച്ചു കൊടുത്താലോ? എന്നിട്ട് ആളെ കൊല്ലാനോ? വിക്സ് പുറത്തല്ലോടോ പറഞ്ഞിട്ട് അതകത്ത് കഴിക്കാനുള്ളതാ? ഒന്ന് പരീക്ഷിച്ചു നോക്കാം. ഏറ്റ ആസ്മാക്കാരെയൊക്കെ നമ്മുടെ വരി നിർത്താലോ? ഏറ്റില്ലെങ്കിൽ കെട്ടും കെട്ടി സ്ഥലം വിടുകയും ചെയ്യാം. ഇതുവരെ ഉണ്ടാക്കിയെടുത്ത പേര് എന്ത് വില കൊടുത്ത് നിലനിർത്തിയേ പറ്റൂ. അലമാരി കുറച്ച് ബ്രാൻഡ് ഇരിപ്പുണ്ട്. അതിലൊരു പെഗ്ഗെടുത്ത് അതിൽ കുറച്ച് വിക്സ് മിക്സ് ചെയ്ത് കൊടുത്താലോ? നിർത്തണം. തനിക്ക് വിക്സിന്റെ ഏർപ്പാട് മാത്രമേ അറിയൂ. ചൂടായതുകൊണ്ട് കാര്യമില്ല. ഈ വേഷമൊക്കെ വലിച്ചു വാരി കേട്ടുമ്പോ ആലോചിക്കണം ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. താനും വലിച്ചു കയറ്റിയിട്ടുണ്ടല്ലോ ഒരിക്കലും ചേരാത്തൊരു വേഷം. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം.
ഈ ചാക്കോ ഇതുവരെ അന്തസ്സായിട്ട് ജീവിച്ചിട്ടുള്ളൂ. ആൾക്കാരുടെ മുമ്പിൽ വെച്ച് അടിയൻ സ്വാമി എന്നൊക്കെ ഞാൻ പറയും. അത് താനൊരു താപ്പാക്കരുത്. ഈ ബിസിനസ്സിൽ 40% എനിക്കും 60% ലാഭം തനിക്കുമാ. ആ നിലയ്ക്ക് താൻ സ്വന്തമായിട്ട് ആലോചിച്ച് എന്താ വേണ്ടെന്ന് ചെയ്യ്. അല്ല പിന്നെ ചാക്കോ, ഒരാപത്ത് വരുമ്പോ കൈ എവിടെയരുത്. താനൊരു കാര്യം ചെയ്യ്. ആ ബ്രാൻഡിയിൽ കുറച്ച് ചൂടുവെള്ളം, ചുക്ക്, കുരുമുളക്, ഏലക്ക ഇതൊക്കെ ചേർത്ത് അയാൾക്ക് കൊടുക്ക്. ഇതിലും ഭേദം കുറച്ച് രസം വെച്ച് കൊടുത്താ പോരെ? താൻ പറഞ്ഞത് ചെയ്താൽ മതി. എന്തായാലും ദോഷമൊന്നും വരില്ല. ആൽക്കഹോൾ അല്ലേ. എന്നിട്ട് അയാളോട് നാളെ വരാൻ പറയും. അയാൾ വരുമെന്ന് തോന്നുന്നില്ല. കാരണം അയാൾ ഇന്ന് തന്നെ കാലിയാവും. താൻ വരാൻ പറയടോ. എന്തിനാടോ? അതിന് വേറെ വഴിയുണ്ട്. എന്ത് വഴി? ഈ വലിവ് തുടങ്ങിയിട്ട് എത്ര കാലായി? കുറച്ചു കാലമായിട്ടുള്ളൂ. കൊറേ കാലായി. ഇത്തിരി കോംപ്ലിക്കേറ്റഡാ, സാരമില്ല. ഈ ഗുളിക ഒരാഴ്ച കഴിച്ചാ മതി, ശരിയായിക്കോളൂ. താങ്ക് യു ഡോക്ടർ. ഈ പിള്ളവാദം, ആമവാദം, സ്തംഭിതവാദം, രക്താർബുദം, ഗുന്മൻ, ആന്ത്രവായു, ക്ഷയം, കുഷ്ഠരോഗം എന്നിവയ്ക്കുള്ള മരുന്ന് കൂടി ഒന്ന് കുറിച്ച് തരൂ ഡോക്ടർ. വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? ഹേയ്, കുടുംബാംഗങ്ങൾക്ക് ഈ ജാതി അസുഖങ്ങൾ ഉണ്ടായാൽ പ്രാഥമിക മരുന്നുകൾ കൈവശം ഉണ്ടെങ്കിലേ ഇത്രയും ദൂരം വരാണ്ട് കഴിയാലോ അല്ലേ? കൺസൾട്ട് ചെയ്യാതെ എങ്ങനെയാ മരുന്ന് കുറിച്ച് തരാൻ പറ്റുക? അത് ഡോക്ടർ ഞങ്ങളെ സഹായിച്ചേ പറ്റൂ. എന്തിനാ ഇത്രയും മരുന്ന്? കൂട്ടുകുടുംബാണേ, 60 അംഗങ്ങളുണ്ട്. ആർക്കൊക്കെ എപ്പോഴാ പനി, വയറുവേദന, ഛർദില് വരുന്നെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ തന്നെ 10 പേര് ആശുപത്രിയിലുണ്ട്. ധൃതിയുണ്ട്. പണം എത്ര വെച്ച് പറയാ? ആള് വരുന്നടാ. എത്ര ലക്ഷം രൂപയായാലും കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാൻ. ഇതെന്താ സ്കൂളിൽ കിട്ടുന്ന ഉപ്പാവാണോ? അങ്ങനെ പറയരുത് സ്വാമി. ഇപ്പൊ തന്നെ 20 ലക്ഷം രൂപ അനാഥ മന്ദിരത്തിന് പുളിങ്കുരു വേണ്ടി കൊടുക്കണ പോലെ കൊടുത്തില്ലേ? ഇനിയും കൊടുക്കും. എനിക്ക് എന്തിനാ കാറും ബംഗ്ലാവും ഒക്കെ? അങ്ങനെ ഒരു ജീവിതം നാം കാക്ഷിക്കുന്നില്ലല്ലോ. അതറിയാം. എന്നാലും ഇന്ത്യയിൽ തന്നെയുള്ള നമ്മുടെ മറ്റ് ആശ്രമങ്ങൾ സന്ദർശിക്കാൻ സ്വന്തമായ ഒരു വിമാനം വാങ്ങിച്ചൂടെ? എത്ര കാലം എന്ന് വെച്ചിട്ടാ സമയനിഷ്ഠയും വൃത്തിയും ഇല്ലാത്ത നമ്മുടെ സർക്കാരിന്റെ വിമാനത്തിൽ യാത്ര ചെയ്യാ? വിമാനം വേണേ 1-2 വാങ്ങിക്കാം. ബാക്കിയുള്ള കാശ് അനാഥ മന്ദിരത്തിന് കൊടുക്കാലോ. അനാഥ മന്ദിരത്തിലേക്കുള്ള കൊടുപ്പും നിർത്തിക്കൂടെ? ഏതാനും ചില ലക്ഷങ്ങൾ സ്വാമിയുടെ ബന്ധുക്കൾ കൊടുത്തൂടെ? എനിക്ക് ബന്ധുക്കളും. ലൗകിക ജീവിത കാലത്ത് ഞാനൊരു പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. ഇപ്പൊ എനിക്ക് ഏത് ബന്ധുക്കൾ? തമിഴിലൊരു ചൊല്ലുണ്ട്, തമ്പി ഉനക്ക് എതുക്ക് ബന്ധുക്കൾ ശത്രുക്കൾ. കേട്ടിട്ടില്ലേ? ഇല്ല. എന്നാ ഇപ്പൊ കേട്ടോളൂ. നടപ്പിന് ലേശം വേഗത കൂട്ടുക. കാത്തിരിപ്പുണ്ടാവോ രോഗികള്? ഓ എന്റെ ഉണ്ണിയെ എന്തു പണിയാ നീ കാണിച്ചത്? എവിടേക്കെങ്കിലും പോകുമ്പോ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? ആദ്യ കാരണം അച്ഛൻ ഇതുവരെ കിടക്കേന്ന് എണീറ്റിട്ടില്ല. എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്ക് തന്നെ നിശ്ചയില്ലായിരുന്നോണ്ടാ പറയാതിരുന്നത്. ചെന്നെത്തിയത് പയ്യന്നൂരാ. കൂടെ പഠിച്ചിരുന്ന അബ്ദുൽ അസീസ് അവിടെ ഒരു ക്ലിനിക്ക് നടത്തുന്നുണ്ടെന്ന് അറിയായിരുന്നു. ഞാൻ കൂടെ നിൽക്കട്ടെ എന്ന് ചോദിച്ചു. അവൻ സമ്മതിച്ചു. വിവരം ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകാന്ന് കരുതി. വേറെ വഴിയില്ല അച്ഛാ. വലിയ പ്രാക്ടീസ് ഒന്നും കിട്ടിയെന്ന് വരില്ല. എന്നാലും തൽക്കാലം ഈ നാട്ടിൽ നിന്നൊന്ന് രക്ഷപ്പെടാലോ എന്ന് കരുതിയ. എല്ലാം സ്വയം അങ്ങ് തീരുമാനിച്ചു. അത് എന്റെ വിശ്രമകാലത്ത് നീ ഒരു ഡോക്ടറായി ഇവിടെ വരുന്ന രോഗികളെയും ചികിത്സിച്ച്
നമ്മുടെ തറവാടിന്റെ പാരമ്പര്യം തുടർന്നു പോകുമെന്ന് ഞാൻ മോഹിച്ചു. എല്ലാവർക്കും അവരവരുടെ കാര്യമാണ് വലുത്. 32 കൊല്ലം ഉപ്പും ചോറും കൊടുത്തു വളർത്തി നിന്റെ ചേട്ടൻ എന്നെ ഒരു ശത്രുവായി കണ്ടി പടിയിറങ്ങി. നീ ഇപ്പോ വയസ്സായ ഞങ്ങളെ രണ്ടുപേരെയും വിട്ടുപോവായി. ഒന്നും ആലോചിക്കാഞ്ഞിട്ടല്ല അച്ഛാ. ഇനി എന്ത് വിശ്വസിച്ചാ ഞാൻ ഈ നാട്ടില്? നീ പഠിച്ച വൈദ്യശാസ്ത്രത്തിൽ നിനക്ക് വിശ്വാസമുണ്ടോ? ഉണ്ട്. എങ്കിൽ എവിടെയും പോണ്ട. എനിക്കറിയാം നടന്നതൊക്കെ ചതിയാണ്. ഞാൻ വഴി കണ്ടുവച്ചിട്ടുണ്ട്. നീ സമാധാനിക്ക. ഇപ്പൊ എങ്ങനെയുണ്ട്? അത് വെറും തോന്നലാണ്. ഈ ധൂമചികിത്സ ഞങ്ങളുടെ സിദ്ധവൈദ്യത്തിലെ ഒരു പ്രധാന ഇനമാണ്. നിങ്ങളുടെ തലവേദനയുടെ അവസാനത്തെ ദിവസമാണെന്ന് പരമാനന്ദ ഗുരുവെ ധ്യാനിച്ച് വിശ്രമിച്ചോളൂ. പൊയ്ക്കോളൂ. അടുത്ത ആള് വരിക. ബന്ധങ്ങളുടെ കെട്ടുപാടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സർവസംഘ പരിത്യാഗിയായി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ഇവിടെ വന്ന് എന്റെ സ്വൈര്യം കെടുത്തരുത്. ഞാൻ ബന്ധുവായിട്ടല്ല, രോഗിയായിട്ടാ വന്നിരിക്കുന്നത്. എന്റെ ഇടത് കൈ നിർജീവമാണ്. അങ്ങ് വലിയ സിദ്ധവൈദ്യനാണല്ലോ. സെക്കൻഡ് വെച്ച് രോഗങ്ങൾ മാറ്റുന്ന സിദ്ധവൈദ്യൻ എന്റെ ഈ കൈ ഒന്ന് ജീവനുള്ളതാക്കി തരണം. ഇടഞ്ഞു നിൽക്കുകയായിരുന്നെങ്കിലും ഒടുക്കം വൈദ്യർക്കൊരു രോഗം വന്നപ്പോ സ്വാമിയുടെ അടുത്ത് തന്നെ വരേണ്ടി വന്നല്ലോ. അതാ ദൈവത്തിന്റെ കളി. കൈ കുഴഞ്ഞു പോയ ഒരു രോഗിയെ കണ്ടാൽ എനിക്ക് മനസ്സിലാവും പരീക്ഷണത്തിനാണ് വന്നതെങ്കിൽ അത് വേണ്ട. സ്വന്തം കൂടപ്പിറപ്പിന്റെ കഞ്ഞികൂടി മുട്ടിച്ച് നിന്നെ ഒരു പാഠം പഠിപ്പിക്കാൻ തന്നെ വന്നതെന്ന് കൂട്ടിക്കോ. ഓഹോ, അപ്പൊ അതൊക്കെയാണ് രോഗത്തിന്റെ ലക്ഷണങ്ങൾ. നമുക്കിത് നിഷ്പ്രയാസം മാറ്റിക്കളയാം. ആദ്യം എന്റെ ഗുരുവിനെ വന്ദിക്കണം, പിന്നെ എന്നിൽ വിശ്വാസം അർപ്പിക്കണം. എനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. എങ്കിൽ മിനിറ്റുകൾക്കകം ഈ കൈ വീശി വീശി നിങ്ങൾ ഇവിടുന്ന് തിരിച്ചു പോകും. ഇതൊരു പ്രത്യേകതരം രോഗമായതുകൊണ്ട് ഒരു പ്രത്യേകതരം മരുന്ന് തന്നെയാണ് ഞാൻ പ്രയോഗിക്കാൻ പോകുന്നത്. തിരുമേനി, എന്ത് മരുന്നാണാവോ? താങ്കളുടെ അറിവിൽപ്പെടാത്ത എത്രയോ പച്ചമരുന്നുകൾ നമ്മുടെ സഹ്യാദ്രി സാനുക്കളിൽ ഇല്ല എന്നുണ്ടോ? ബ്രഹ്മർഷി പരമാനന്ദ ഗുരുവെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാള കാടി കുടിക്കണ മാതിരി ഒറ്റ വലിക്ക് അങ്ങോട്ട് കുടിച്ചോളൂ. ഇതെന്താണെന്ന് പറഞ്ഞില്ല. അതൊരു രോഗി അറിയേണ്ട കാര്യമല്ല. വിശ്വാസമാണ് പ്രധാനം. പിന്നെ താങ്കൾ ഒരു വൈദ്യൻ കൂടി ആയതുകൊണ്ട് ഞാൻ സത്യം പറയാം. ഇത് ഉമ്മത്തിൻ കായ അരച്ചു കലക്കിയതാണ്. ദ്രോഹി, ഇരിക്കാനാ പറഞ്ഞത്. ഇവിടെ എന്റെ നിയമമാണ്. മരുന്ന് കുടിക്കൂ. ഉമ്മത്തിൻകായ അരച്ച് കലക്കി കുടിച്ചാലും ചത്തുപോകുന്ന ആർക്കാണ് അറിഞ്ഞുകൂടാത്തത്? ഉമ്മത്തിൻകായ വിഷമാണെന്ന് എല്ലാവർക്കും അറിയൂ. പക്ഷെ ഈ പ്രത്യേക വാതരോഗത്തിന് ഉമ്മത്തിൻകായ ഔഷധത്തിന്റെ ഫലം ചെയ്യുന്ന പലർക്കും അറിയില്ല. ഓഹോ, എന്നാ തിരുമേനി ഇതിന്നൊരു കവളം കൊണ്ട് കുടിക്കുക. എന്നിട്ട് ഞാൻ കുടിച്ചോളാം. വാതരോഗം ഇല്ലാത്തയാൾ ഇത് കുടിച്ചാൽ അപ്പ തട്ടിപ്പോകും. താങ്കൾക്ക് വാതരോഗമുണ്ടല്ലോ, അതുകൊണ്ട് ധൈര്യമായി കുടിച്ചോളൂ. കഴിക്കൂ. ഭ്രാന്ത ഏട്ടന് ഭ്രാന്ത്. ഇന്ന് ഉമ്മത്തിങ്കായ കലക്കി തന്നെങ്കിൽ നാളെ ഇരുട്ടടി അടിച്ച് കൊല്ലില്ലെന്ന് എന്താ ഇത്ര ഉറപ്പ്? എന്താ എന്റെ ഉണ്ണി ഇങ്ങനൊക്കെ പറയണത്? സ്വന്തം അച്ഛനോട് ഏതെങ്കിലും മക്കൾ അങ്ങനെ കാണിക്കോ? പിന്നെ എന്താ കാണിച്ചേ? അത് കുടിച്ചിരുന്നേ കെട്ടിയെടുക്കേണ്ടി വരില്ലായിരുന്നു തന്നെ. നിങ്ങൾ ആരും കരുതും പോലെ ഒരു വിദ്യാസുരനോ ദുഷ്ടനോ ഒന്നും അല്ല കുഞ്ഞീഷൻ. തങ്കപ്പെട്ട മനസ്സാ അവന്റേത്. ഇതുപോലെ ഓരോ താന്തോന്നിത്തരങ്ങൾ കാണിച്ച് നാട്ടുകാരെയും തല്ലി മേടിക്കുമ്പോ തങ്കം ചെമ്പാകും. അവൻ ഏതോ ഗുരുവിന്റെ വരം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. അളിയൻ ആ കള്ളച്ചക്കന് വക്കാലത്തായിട്ട് നടക്കുക. കഴിവുകളെ പ്രശംസിക്കാൻ ശിവശേഖരൻ ഒരിക്കലും അമാന്തിച്ചിട്ടില്ല. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഇപ്പൊ സംഗതി ഒന്നും ആയിട്ടില്ല. പന്തലുകാരൊക്കെ ഏർപ്പാടാക്കിയോ താൻ? എന്തിന്? കല്യാണം ഇനി അടുത്തില്ലേ? ഏത് കല്യാണം? ഏത് കല്യാണമെന്നോ? ആങ്ങളക്കിത് എന്താ പറ്റിയേ? ഉണ്ണിയുടെ ഇന്ദുവിന്റെയും കല്യാണേ? ഓ, കല്യാണം. കല്യാണം മംഗളസുഭേ വക്ഷസ്ഥലേ കൗസ്തുഭം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവ